ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെയൊക്കെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കരുണ എത്തുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ വഴിയിൽ നിന്ന് മാറാത്തത്, നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്. അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മകളാണല്ലോ എപ്പോഴും പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത്. അവൾ കാരണമാണ് എൻ്റെ കുഞ്ഞിപ്പോൾ നഷ്ടപ്പെട്ടത്. എല്ലാത്തിനും കാരണം നിങ്ങളും നിങ്ങളുടെ മകളാണെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയാതെ അവളൊരിക്കലും നിൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഞാനും ആഗ്രഹിച്ചിട്ടില്ല. നിൻ്റെ കുഞ്ഞ് നിൻ്റെ ജീവനോടെ തന്നെ വേണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചത്. ഇങ്ങനെയൊന്നും നീ പറയാതെ, നിൻ്റെ അച്ഛനും നിൻ്റെ മുത്തശ്ശിയും വെച്ച കെണിയിലാണ് നീ വീണത്. അത് നിനക്കും അറിയാലോ. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ മേളിൽ ഓരോ കുറ്റം നീ ഇങ്ങനെ ചാർത്തിക്കൊണ്ട് നിൽക്കുന്നത് കരുണമോളെ എന്നൊക്കെ ഇങ്ങനെ മോഹിനി പറയുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, നിങ്ങളാണല്ലോ ഇവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അല്ലാതെ ഞങ്ങളൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ മോഹിനി പ്രതാപനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനിയോട് പ്രതാപനൊന്നും എതിർത്ത് സംസാരിക്കാത്തത് മോഹിനിക്ക് ചില സത്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ മോഹിനിയുടെ വലിയൊരു ഇതിലാണ് ഇപ്പോൾ മോഹിനി ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ. കാരണം മോഹിനി ഇപ്പോൾ എന്തെങ്കിലും പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്താലും മോഹിനി ആ സത്യം എന്തായാലും വിളിച്ചു പോകുമെന്ന് പ്രതാപന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രതാപൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒന്നും പറയാൻ വേണ്ടി പോകാറില്ല. അങ്ങനെ കരുണയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് റൂമിലോട്ട് പോയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പുറകെ മുത്തശ്ശനും അച്ഛനും ഒക്കെ ചെല്ലുന്നുണ്ട് കരുണയുടെ കൂടെ ആണെങ്കിൽ. അങ്ങനെ ഉണ്ണിയോട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, മോനെ നീ ഇനിയെങ്കിലും കരുണമോളെ നേർവഴിക്ക് കൊണ്ടുവരണം. നീ നിൻ്റെ ഏട്ടനല്ലേ കണ്ണൻ, അവൻ നല്ലവനാണ്. നീ അവരെ കൂടെ നിന്നാൽ നിനക്ക് എന്തും കിട്ടും. നീ എന്തായാലും നല്ല വഴിക്ക് തന്നെ വരണം മോനെ. കരുണമോളെ നീ കൊണ്ടുവരണം. അവളെ ഓരോ അവസ്ഥയിൽ പോയി ചാടുന്ന നീ കാണുന്നില്ലേ. ഇപ്പോൾ അവളുടെ കുഞ്ഞ് തന്നെയാണ് നഷ്ടപ്പെട്ടത്. അത് അവളുടെ സ്വഭാവം കാരണമാണ് ആ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം ഉണ്ടായതെന്നൊക്കെ മോഹിനി ഇങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് മോഹിനിയോടാണെങ്കിൽ, എനിക്കതൊന്നും ഒരിക്കലും സാധ്യമല്ല, അയാളുടെ അടിമയായിട്ട് ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണി അകത്തോട്ട് നമ്മുടെ കരുണയോടൊപ്പം കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിയും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനും കരുണയുടെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പരസ്പരം നോക്കിയിട്ടാണെങ്കിൽ പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇനി എന്തായാലും ഞാൻ കമലേശ്വരൻ വീട്ടിൽ പറഞ്ഞയക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ മഹാലക്ഷ്മിയും കണ്ണനൊക്കെ അവളെ തളർത്താൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ടാവും. അവരുടെ മുമ്പിൽ എൻ്റെ മകൾ തോക്കാൻ പാടില്ല അമ്മേ. അതുകൊണ്ട് ഇനി അവളെ ഒരിക്കലും അങ്ങോട്ട് കഴിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നൊക്കെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ മോനെ, അവൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവളുടെ മുമ്പിൽ താഴാൻ തുടങ്ങിയത്. ആ ഉണ്ണിക്കാണെങ്കിൽ ഒരു വകതിരിവും ഇല്ല, അവനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ഉണ്ണിയെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്നാണെങ്കിൽ ഉണ്ണിക്കാണെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി തിരിച്ച് കമലേശ്വരി വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം അവിടെ നിന്നാൽ ഇനിയും ഇങ്ങനെ ഓരോന്ന് കേൾക്കേണ്ടി വരുമെന്ന് ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കമലേശ്വരം വീട്ടിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജു അങ്ങനെ ഒരു ജോലി സ്ഥലത്ത് വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആ മാനേജറെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, അത് പിന്നെ നീ മാർക്കോയുടെ പെങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചിട്ട് ഇതാക്കിയതല്ല, എന്നോട് നീ മാപ്പ് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാനേജറോട് മഞ്ജു പറയുന്നുണ്ട്, എന്താ താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നോട് മുമ്പ് സംസാരിച്ചത്, അപ്പോൾ ആ മേഘനാഥൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ മാനേജർ ഇങ്ങനെ പറയുന്നുണ്ട്. കൈകൂപ്പിയൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും മാനേജർ പറയുന്നുണ്ട്, നീ ഇന്ന് മുതൽ ഇവിടെ ജോലിക്ക് വരണം, നിനക്ക് ഇവിടെ സ്വന്തം ഷോപ്പായിട്ട് തന്നെ കാണാം, നിനക്ക് ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ മാനേജർ വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഗറിനെ ഒന്നിങ്ങനെ തട്ടിയിട്ട് മഞ്ജു പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ സാഗറേട്ടാ, ഇതൊക്കെ മാർക്കോ ചേട്ടൻ ചെയ്തതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. അയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നോട് സംസാരിച്ചത്, ഇപ്പം നോക്കിയൊക്കെ അയാൾ തത്ത മടക്കിയ പോലെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സാഗറിനോട് ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ. അപ്പോൾ മഞ്ജു അയാളോട് പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇവിടുത്തെ ജോലിയൊന്നും ആവശ്യമില്ല, ഞാൻ എന്തായാലും വേറെ ഷോപ്പിലോട്ട് പോവാം, തൻ്റെ ഇതൊന്നും കണ്ടിട്ടല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, താൻ വിളിപ്പിച്ചത് മാർക്കോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആ മാനേജർ തിരിച്ച് മഞ്ജുവിനെ ഷോപ്പിലോട്ട് വിളിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഷോപ്പിലോട്ട് എത്തിയിട്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതില്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുത്, അവൾ പിഴയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ലടാ, പക്ഷെങ്കിൽ എനിക്ക് എന്തായാലും അവളെ ഇവിടുന്ന് ഓടിക്കാൻ കഴിയില്ല, കാരണം അവൾ സാഗറിൻ്റെ ഭാര്യയാണ്, പിന്നെ അവൾ മാർക്കോയുടെ പെങ്ങളും കൂടിയാണ്. അതറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയടാ. മാർക്കോ ആരാണെന്ന് നിനക്കറിയാമോ, അവൻ കൊല്ലാൻ പോലും മടിക്കില്ല, അവനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ മാനേജർ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജുവിനെ പറ്റി ഇങ്ങനെ സാഗർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ മേഘനാഥനോട് മഞ്ജു പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ ഞാൻ വിചാരിച്ച ഇവിടെ പലതും നടക്കുമെന്ന്. ഇപ്പം നീ ഓർത്തോ മേഘനാഥ, നിൻ്റെ മുമ്പിലോട്ട് കൈ പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വരില്ല മേഘനാഥ, അത് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ്റെ മുഖത്ത് നോക്കി മഞ്ജു അവിടുന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാസമായിട്ട് ഇറങ്ങിപ്പോവാണ് നമ്മുടെ മഞ്ജു ചെയ്യുന്നത് തന്നെ.
അതിനുശേഷമാണെങ്കിൽ അയ്യപ്പ വിളക്കിൻ്റെ ഒരു സ്വാമിയാവാൻ വേണ്ട ഒരു ഇത് നമ്മുടെ ആഗ്രഹം നമ്മുടെ കണ്ണൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി മഹാലക്ഷ്മി ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണന് വേണ്ടിയിട്ട് മാലയിടാൻ വേണ്ടിയിട്ട് കുറേ അയ്യപ്പ സ്വാമിമാർ കമലേശ്വരം വീട്ടിൽ എത്തുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ, എൻ്റെ കണ്ണേട്ടൻ്റെ ഈ അവസ്ഥയിൽ നിന്നും നീ വേറൊരു അവസ്ഥയിലോട്ടാക്കിയല്ലോ, കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാനുള്ള പാകം നീ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്, എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടി നിൻ്റെ ഭർത്താവിനെ എഴുന്നേറ്റ് നടക്കാറും കൂടെ ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവൻ മല ചവിട്ടി പോകുന്നത്, എന്താ നിങ്ങൾ ഞങ്ങളറിയാതെ അവനെ എഴുന്നേറ്റ് ഇപ്പം നടപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്തിനാ ഇങ്ങനെ എല്ലാവരും ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി നീ അകത്ത് ചെല്ല്, എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, ഓ നിനക്കിപ്പം ഞങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലല്ലോ നിൻ്റെ ഭാര്യ വന്നതിന് ശേഷം എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ മലക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിരിക്കുകയാണ്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കട്ട, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലെന്നാണ് കണ്ണനും മഹാലക്ഷ്മിയും റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്, എടാ ഇനിയെങ്ങാനും അവൻ എഴുന്നേറ്റ് നടന്നോ, എങ്ങനെയാണോ അവൻ മല ചവിട്ടി പോകുന്നത് കാലില്ലാതെ എന്നൊക്കെ ഇങ്ങനെ ദുർഗ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനെ പറ്റി നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, അമ്മ എന്താ വിചാരിക്കുന്നത്, അങ്ങനെയൊന്നും അയാൾക്ക് മല ചവിട്ടി പോകാൻ കഴിയില്ല, കാരണം എല്ലാവരും വീൽ ചെയറിലൊക്കെ ഉള്ള ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്, സ്വാമിയെ കാണുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ഉണ്ണി ഇങ്ങനെ നമ്മുടെ ദുർഗയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ദുർഗയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒരു ആശ്വാസമായത്. അങ്ങനെ അയ്യപ്പ സ്വാമിമാരെല്ലാവരും തന്നെ അവിടെ പൂജയ്ക്ക് വേണ്ടി കമലേശ്വരം വീട്ടിൽ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കണ്ണിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ദുർഗയും നമ്മുടെ ഉണ്ണിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉണ്ണിയൊക്കെ വന്നിട്ട് എന്തായി കാണുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അയ്യപ്പസ്വാമിക്ക് വിളക്ക് കൊടുക്കുന്നത് തന്നെ. അയ്യപ്പസ്വാമിക്ക് വിളക്ക് കൊടുക്കുമ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നിന്ന കാര്യം ദുർഗയും ഉണ്ണിയും ദൂരെ നിന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട അവിടെ ഇരിക്കുക, ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് ഉണ്ണിയും ദുർഗയാണെങ്കിൽ ഭയങ്കര ഞെട്ടലിലാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ ദുർഗയും ഉണ്ണിയും നിൽക്കുന്നത് തന്നെ. ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയൊരു കുഴപ്പം തന്നെയാണ്. അയാൾ ഇതാ എഴുന്നേറ്റ് വരെ നടക്കാൻ വരെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കിയെന്നാൽ ഒന്നും ശരിയാവില്ല എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ ഇഷ്ടമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.